ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെങ്കൽ ക്ഷേത്രമാണ്. അഖിലും ശ്യാമയും വരുന്നത് കാത്തു നിൽക്കുകയാണ് ജഗനും മായയും. തുടർന്ന് അവർ വരുന്നത് കണ്ടിട്ട് ജഗൻ മായയോട് പറയുകയാണ്, മായ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചുവന്ന പട്ട് വെച്ച് തന്റെ മുഖം മറച്ച് കത്തിയുമായിട്ട് അഖിലിന്റെയും ശ്യാമയുടെയും മുന്നിലേക്ക് ചെല്ലുകയാണ് ജഗന്നാഥൻ. അങ്ങനെ അഖിലിന്റെ കയ്യിൽ മുറിവേൽപ്പിച്ചതിന് ശേഷം ജഗൻ വീണ്ടും അഖിലിനെ ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ആ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരികയാണ്. നിർത്ത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ജഗൻ പറയുകയാണ്, എന്റെ മുമ്പിലേക്ക് വന്ന ഞാൻ നിങ്ങളെയും കൊല്ലും. ഇത് കേൾക്കുന്ന മുത്തശ്ശി ജഗനെ നോക്കുന്നു. ആ മുത്തശ്ശി മറ്റാരുമായിരുന്നില്ല, ദേവിയായിരുന്നു. തുടർന്ന് ദേവി ജഗനെ സൂക്ഷിച്ചു നോക്കുമ്പോൾ ജഗൻ അവിടെ നിന്ന് പേടിച്ച് ഓടുകയാണ്. അതേസമയം എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു. അത് പിന്നെ ഞങ്ങളെ ആരോ ആക്രമിക്കാൻ നോക്കി, ദേ ഈ മുത്തശ്ശി എന്ന് പറഞ്ഞ് അവർ രണ്ടും തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഇവിടെ ഒരു അമ്മയില്ലേ, ശൈലജാമ്മ, പാർവെന്ന് വിളിക്കുമെന്ന് പറഞ്ഞു, ആ അമ്മയാണ് ഞങ്ങളെ രക്ഷിച്ചത്. ഇത് കേൾക്കുന്ന അയാൾ പറയുകയാണ്, അങ്ങനെ ഒരാള് ഇവിടെ ഇല്ലല്ലോ. ഇത് കേൾക്കുന്ന അഖിലും ശ്യാമയും അമ്പരപ്പിൽ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും തിരിച്ച് ആനന്ദ നിലയത്തിൽ എത്തുന്നതാണ്. വസുന്ധരയും വർമ്മയും അഖിലിനെയും ശ്യാമയും കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. വസുന്ധര ശ്യാമയോട് ചോദിക്കുകയാണ്, പൂജയൊക്കെ നന്നായി ചെയ്യാൻ സാധിച്ചല്ലോ അല്ലേ മോളെ? എല്ലാം സാധിച്ചു അമ്മേ. തുടർന്ന് വർമ്മ പറയുകയാണ്, എന്തായാലും പൂജ കഴിഞ്ഞു വന്നപ്പോൾ മോളോട് രണ്ട് ശുഭവാർത്തകൾ തന്നെ പറയാം. ആദ്യത്തേത്, മോൾ അപ്രൂവ് ചെയ്ത പാക്കറ്റുകളായിരിക്കും ഇനി നമ്മുടെ കമ്പനിയിലെ പുതിയ പാക്കറ്റുകൾ. അതുപോലെ മോൾ അന്ന് പാചക മത്സരത്തിൽ ഉണ്ടാക്കിയ ആ മസാലക്കൂട്ടുണ്ടല്ലോ, അത് ശ്യാമാസ് സ്പൈസസ് എന്ന പേരിലാകും ഇനി അറിയപ്പെടാൻ പോകുന്നത്. ഇതൊക്കെ കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇവള് ജഗൻ അങ്കിളിന്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടു വന്നല്ലോ, മോൾക്കായിരിക്കും അതിന്റെ ഫുൾ ചാർജ് എന്ന് വർമ്മ പറയുമ്പോൾ സന്തോഷത്തോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. അപ്പോ ഐശ്വര്യമായിട്ടൊരു ഷെയ്ക്ക് ഹാൻഡിങ് തന്നെ എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമ തന്റെ കൈ അഖിലിന് നേരെ നീട്ടുകയാണ്. ഞങ്ങൾക്ക് എന്താണെങ്കിലും ഓഫീസിലേക്ക് പോകണം, ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് വർമ്മയും ആദിയും പോകുന്നു. അല്ലമ്മേ, ജയന്തി ഏട്ടത്തി വന്നില്ലേ എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ ഇന്നോ നാളെയോ വരുമെന്ന് പറഞ്ഞാ പോയതെന്ന് വസുന്ധര പറയുന്നു. അപ്പോഴാണ് അഖിലിന്റെ കയ്യിലെ മുറിവ് ആദ്യം ശ്രദ്ധിക്കുന്നത്. എന്താടാ, നിന്റെ കൈ എങ്ങനെ മുറിഞ്ഞു? അത് പിന്നെ ഒന്നുമില്ലേട്ടാ, ഒന്ന് ചെറുതായി ഉരഞ്ഞതാണെന്ന് അഖിൽ പറയുമ്പോ വർമ്മയും വസുന്ധരയും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. തുടർന്ന് വർമ്മ വന്ന് അഖിലിന്റെ കൈ നോക്കുകയാണ്. മോളെ, നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് അപ്പച്ചി ഐശ്വര്യയോട് ചോദിക്കുമ്പോ ഒന്ന് പോ അപ്പച്ചി എന്ന് ഐശ്വര്യ പറയുന്നു. കൈ ഉരഞ്ഞെന്നോ? ഇങ്ങനെയാണോടാ കൈ ഉരയുന്നതെന്ന് ആദി ചോദിക്കുന്നു. എന്താ ശ്യാമേ, എന്താ ഉണ്ടായതെന്ന് ആദി ചെന്ന് ശ്യാമയോട് ചോദിക്കുകയാണ്. അതേട്ടാ, അവിടെ വെച്ചാരോ അഖിൽ സാറിനെ അപായപ്പെടുത്താൻ നോക്കിയതാണ്. ഈശ്വര, എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കുന്നത് എന്ന് വസുന്ധര പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഒന്നുമില്ലമ്മേ, അവർക്ക് ആള് മാറിപ്പോയതാ. ആരാ ആള്? നീ പോലീസിൽ റിപ്പോർട്ട് ചെയ്തോ എന്ന് വർമ്മ ചോദിക്കുമ്പോൾ മുഖം മറച്ചിരിക്കുന്നത് കൊണ്ട് ആരെയും തിരിച്ചറിഞ്ഞില്ലെന്ന്, ഒരു കുഴപ്പവുമില്ലെന്നും അഖിൽ പറയുകയാണ്. ഇത് കേൾക്കുന്ന വസുന്ധര വിഷമത്തോടെ ചോദിക്കുകയാണ്, മോനെ, നിനക്കാര ശത്രുക്കള്? എന്താ ഇങ്ങനെയൊക്കെ? ഇത് കേൾക്കുന്ന ശ്യാമ പറയുകയാണ്, അമ്മ വിഷമിക്കാതെ, അഖിൽ സാർ പറഞ്ഞതുപോലെ ആള് മാറി സംഭവിച്ചതായിരിക്കും, ഒന്നും പറ്റിയില്ലല്ലോ. അച്ഛാ ഏട്ടാ, നിങ്ങൾ ഓഫീസിലേക്ക് പോയിട്ട് വാ എന്ന് അഖില് പറയുമ്പോൾ അവരിറങ്ങുകയാണ്. പെട്ടെന്ന് ശ്യാമ രണ്ടുപേർക്കും പ്രസാദം തൊട്ടുകൊടുക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് അമൃത. തുടർന്ന് ശ്യാമ ചെന്ന് ഐശ്വര്യയ്ക്ക് പ്രസാദം തൊട്ട് കൊടുക്കുകയാണ്. ഏട്ടത്തി, വന്നതാരാണെങ്കിലും അവർക്ക് ഞാൻ നല്ലത് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇത് കേൾക്കുന്ന ഐശ്വര്യ ഒരു ഞെട്ടലോടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ അഖില് ചോദിക്കുകയാണ്, എന്താ അത് കേട്ടപ്പോ ഏട്ടത്തി ഒന്ന് ഞെട്ടിയത്? ഏട്ടത്തിയുടെ ഞെട്ടല് കണ്ടാ തോന്നുമല്ലോ ഏട്ടത്തിക്കറിയാവുന്ന ആരോയാണ് വന്നതെന്ന്. ഞാൻ ഞെട്ടിയൊന്നുമില്ല, അവർക്കിട്ട് അടി കിട്ടിയെന്നറിഞ്ഞപ്പോ സന്തോഷം കൊണ്ട് ഞെട്ടിയതാ. മോളെ, ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് ശ്യാമ കുറുതൊടാനായി ചെല്ലുമ്പോൾ അപ്പച്ചി പറയുകയാണ്, പുണ്യമുള്ള കൈകൾ കൊണ്ടാ എനിക്ക് പ്രസാദം തൊടുന്നത്, ഇതിൽ കൂടുതൽ എനിക്ക് എന്താ വേണ്ടത്? അങ്ങനെ ശ്യാമ അമൃതയെടുത്ത് ചെന്ന് പ്രസാദം തൊട്ട് കൊടുക്കാനൊരുങ്ങുമ്പോൾ അമൃത പറയുകയാണ്, നിന്റെ ഈ കൈ കൊണ്ട് എന്റെ നെറ്റിയിൽ പ്രസാദം തൊടണ്ട. എന്താ ഏട്ടത്തി, ഇവളൊരു പാവമല്ലേ, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്തൊരു പാവം. ഞാൻ അഗിയോടൊന്നും സംസാരിച്ചിട്ടില്ല. അമൃതേട്ടത്തി, ശ്യാമയെ വിഷമിപ്പിക്കാതെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ എന്താ ഇവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. ഒന്നുമില്ലമ്മേ എന്ന് അഖിൽ പറയുമ്പോൾ ശ്യാമയെ തട്ടിമാറ്റി അമൃത അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാവരും പോകുമ്പോൾ വസുന്ധര അപ്പച്ചിയോട് ചോദിക്കുകയാണ്, അപ്പച്ചി, എന്താ അവർ സംസാരിച്ചത്? അത് പിന്നെ യാത്രയെക്കുറിച്ചോ മറ്റോ ആണെന്ന് പറഞ്ഞ് അപ്പച്ചിയും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അമൃതയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഓർത്ത് കരയുന്ന ശ്യാമയാണ്. എന്തിനാ അമൃതയെടുത്തി എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് ശ്യാമ അഖിലിനോട് ചോദിക്കുമ്പോൾ എന്തോ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെന്നും അത് നമുക്ക് മാറ്റിയെടുക്കാമെന്നും അഖിൽ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് ഐശ്വര്യ വരികയാണ്. എന്താ ശ്യാമേ, നീയും അമൃതയെടുത്തിയും തമ്മിൽ പ്രശ്നം? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അങ്ങനെയൊന്നും പറയണ്ട ശ്യാമേ, നിനക്ക് പ്രശ്നമില്ലെങ്കിലും ഏട്ടത്തിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോ ഇത് നിങ്ങളുടെ വിവാഹത്തിന് ഒരു തടസ്സമായി തന്നെ വന്നേക്കാം. ഇത് കേൾക്കുന്ന ശ്യാമ ഒരു ഞെട്ടലോടെ ഐശ്വര്യയെ നോക്കുകയാണ്. അതുകൊണ്ട് എന്തും നേരിടാൻ ശ്യാമ തയ്യാറായിരുന്നാൽ അത് അത്രയും നല്ലതായിരിക്കും.
ഈശ്വര, ഇതിന് മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തായാലും ശരി, വിവാഹത്തിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇത് കേൾക്കുന്ന അഖില് ഐശ്വര്യയോട് പറയുകയാണ്, വിവാഹത്തിന് മുമ്പേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. അഖി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഖി പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്കിതിലെന്തോ വ്യക്തമായ താല്പര്യമുണ്ടെന്ന്. അതെന്റെ തോന്നലൊന്നുമല്ല ഐശ്വര്യടത്തി, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടുത്തെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ പിന്നിലെ നിങ്ങൾ ഒരാൾ മാത്രമാണ്. അഖി, സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് ഐശ്വര്യ പറയുകയാണ്. ഇത് കേൾക്കുന്ന അഖിൽ പറയുകയാണ്, വലിയ വർത്തമാനമൊന്നും വേണ്ട. ഞാൻ പലതും കണ്ടില്ലെന്ന് നടിക്കുന്നതേ നിങ്ങളെന്റെ ഏട്ടത്തിയായതുകൊണ്ട് മാത്രമാണ്. വേണ്ട സാർ, വേണ്ടെന്ന് ശ്യാമ പറയുമ്പോൾ അഖിൽ പറയുകയാണ്, ഇനി ഇവരോട് വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല ശ്യാമേ. നിങ്ങളെ വിഷമാണ്, വിഷം. ഏട്ടത്തി പ്ലീസ്, ഏട്ടത്തി ഒന്ന് പോകാൻ ശ്യാമ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, എന്നെ വിഷമെന്നും വൃത്തികെട്ടവളുമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകാനോ? ഇനി ഇവളെ കണ്ണീര് കുടിപ്പിക്കാമെന്നൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങൾ എന്താ സ്വപ്നം കാണുന്നതെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ഈ കല്യാണം മുടങ്ങണമെന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ? അതെന്താണെങ്കിലും നടക്കാനേ പോകുന്നില്ല. 15-ാം തീയതി നേരം വെളുക്കുമ്പോഴേ ഞാൻ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടാകും. അതിനിടയിൽ എന്തെങ്കിലും ഉടായിപ്പുമായിട്ട് വന്നാലുണ്ടല്ലോ എന്ന് അഖില് പറയുമ്പോൾ, എന്താ ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര അങ്ങോട്ടേക്ക് വരികയാണ്. അതമ്മേ, അമൃതേടത്തി ദേഷ്യം കാണിച്ചതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. അമ്മേ, എന്റെ അനിയന്റെ സ്ഥാനമല്ലേ ഇവന്? ഇവൻ പറയുക ഞാൻ വിഷമാണെന്ന്. ഞാനാണ് അമൃതേടത്തിയെ ഈ ശ്യാമയുമായിട്ട് തെറ്റിക്കുന്നതെന്നാ ഇവൻ പറയുന്നത്. കേൾക്കുന്ന അഖില് ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ പറയുന്നതേ സത്യം തന്നെയാ. ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇപ്പോ തലതിരിഞ്ഞു വരികയാണല്ലോ. മുൻപ് ഞാനോ അച്ഛനോ നിൽക്കുന്നത് കണ്ടാൽ ഇവിടുത്തെ മക്കളുടെ ശബ്ദം ഉയരില്ലായിരുന്നു. ഇപ്പോ ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടും കണ്ടില്ലേ എന്താ കാണിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന അഖില് വസുന്ധരയോട് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാം, വിവാഹത്തിന് ഇനി 3-4 ദിവസങ്ങളേ ഉള്ളൂ. വെറുതെയെന്നല്ല, ആർക്ക് വിഷമമായ എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഈ വിവാഹം ഞാൻ സന്തോഷത്തോടെയും ഗംഭീരമായിട്ടും നടത്തുമെന്ന് വസുന്ധര പറയുമ്പോൾ ദേഷ്യത്തോടെ ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ്. ഇനി ഇങ്ങനെയൊന്നും ആവർത്തിക്കരുതെന്ന് അഖിലിനോട് പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. സാർ, എനിക്കെന്തോ പേടി തോന്നുന്നു എന്ന് ശ്യാമ പറയുമ്പോൾ അഖില് പറയുകയാണ്, വിഷമിക്കേണ്ടടോ, ഞാനില്ലേ കൂടെ. പിന്നീട് കാണിക്കുന്നത് ജഗനെയും ഐശ്വര്യയുമാണ്. അങ്കിൾ, എന്തൊക്കെ വന്നാലും ഈ വിവാഹം നടക്കാനേ പാടില്ല എന്ന് ഐശ്വര്യ പറയുമ്പോൾ ജഗൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവര് ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ, പിന്നെ ഈ വിവാഹം നടന്നാലെന്താ, നടന്നില്ലെങ്കിൽ എന്താ? അങ്ങനെയൊന്നുമല്ല അങ്കിൾ, നാളെയാണ് ശ്യാമയെ സംബന്ധിച്ച് അവളുടെ യഥാർത്ഥ വിവാഹം നടക്കുന്നത്. ആ വസുന്ധരയുടെ ആശീർവാദത്തോടു കൂടി നടക്കുന്ന ചടങ്ങായതുകൊണ്ട് അഖിലും ശ്യാമയും ഈ ദിനത്തിനായ കാത്തിരിക്കുന്നത്. നാളത്തെ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം, അതോടെ ആ ശ്യാമ വീണോളും. അത് മുടക്കാൻ ഐശ്വര്യ എന്തെങ്കിലും വഴി കാണുന്നുണ്ടോ എന്ന് ജഗൻ ചോദിക്കുമ്പോൾ അമൃതേടത്തി എന്തൊക്കെയോ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഐശ്വര്യ പറയുന്നു. ഇന്ന് പിന്നെ ഞാൻ അപ്പച്ചിയെ വെച്ചൊരു നീക്കം അങ്ങ് നടത്തുന്നുണ്ട്, അവളുടെ താലിയും വസ്ത്രങ്ങളുമൊക്കെ നശിപ്പിക്കാൻ. ഇത് രണ്ടുമില്ലെങ്കിൽ എന്റെ കയ്യിലൊരു പ്ലാനുണ്ട്. എന്റെ കുറച്ചാളുകൾ നാളെ അങ്ങോട്ടേക്ക് വരുന്നു, അവിടെ മുഴുവൻ ബോംബ് എറിയുന്നു. എങ്ങനെയുണ്ട്? നാളെ എന്താണെങ്കിലും ഐശ്വര്യ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറ. നമ്മൾ ഇടപെടാതെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. അത്രയും പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും വിവേകിനെയുമാണ്. അടുത്ത ആഴ്ച നമ്മൾ കൃഷ്ണതുളസിയുടെ അടുത്ത പാട്ട് റെക്കോർഡ് ചെയ്യാൻ പോവുകയാണെന്ന് വിവേക് പറയുമ്പോൾ അഖില് പറയുകയാണ്, ഇത്ര പെട്ടെന്നൊന്നും വേണ്ട, അല്ലെങ്കിൽ ശ്യാമ അപ്സെറ്റ് ആണ്. അമൃതേട്ടത്തെയും ശ്യാമയും തമ്മിൽ എന്തോ ഒരു തെറ്റിദ്ധാരണ. തുടർന്ന് നടന്ന കാര്യങ്ങളൊക്കെ അഖില് വിവേകിനോട് പറയുകയാണ്. എന്താണെന്നറിയില്ല, ശ്യാമയോട് കടുത്ത വിരോധമാണ് അമൃതേട്ടത്തിക്കെന്ന് അഖില് പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.